ജേസ സവാൽ വേസ ജവാബ്. എങ്ങനെയുള്ള ചോദ്യമാണോ അങ്ങനെ തന്നെയുള്ള ഉത്തരവും. സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ചോദ്യം. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ, ഉത്തരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഇതിനു മുമ്പും ഈ വീഡിയോ ചെയ്തിരുന്നു. അതിൽ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ജേസ സവാൽ വേസ ജവാബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ചോദ്യമാണോ അങ്ങനെ തന്നെയുള്ള ഉത്തരവും. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. അക്ബർ രാജാവ്, ബാദ്ഷാ അക്ബർ അതായത് അക്ബർ ചക്രവർത്തി തൻ്റെ മന്ത്രിയായ ബീർബലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ബീർബൽ. തൻ്റെ 30-ാം വയസ്സിൽ അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായി. ബീർബലിൻ്റെ ബുദ്ധിശക്തി പ്രശസ്തമാണ്. ബീർബലിൻ്റെ ബുദ്ധിശക്തിയിൽ രാജാവ് സന്തുഷ്ടനായിരുന്നു. അക്ബർ ചക്രവർത്തി സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം ലളിതമായി ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു. അപ്പോൾ രാജാവ് അക്ബർ മന്ത്രി ബീർബലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ബീർബൽ की बुद्धि के आगे बड़े बड़ों की भी कुछ नहीं चल पाती थी. അതായത് ബീർബലിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ മറ്റുള്ളവരുടെ, അവർ എത്ര അറിവുള്ളവരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും അവർ പറയുന്നതൊന്നും ശരിയാകുമായിരുന്നില്ല. ഇസി കാരൻ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തെ തെ. ഈ കാരണം കൊണ്ട് കുറച്ച് ദർബാരി എന്ന് പറഞ്ഞാൽ ദർബാറിലുള്ള ആളുകൾ, മറ്റു പണ്ഡിതന്മാർ. ദർബാർ എന്ന് പറഞ്ഞാൽ രാജസദസ്സ്. അപ്പോൾ രാജസദസ്സിലുള്ള മറ്റു പണ്ഡിതന്മാർക്ക് ബീർബലിനോട് അസൂയ തോന്നിയിരുന്നു. ജൽത്തേതെ എന്ന് പറഞ്ഞാൽ അവർ അസൂയപ്പെട്ടിരുന്നു, അസൂയ തോന്നിയിരുന്നു. ജൽന എന്ന വേർഡിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് കത്തുക അല്ലെങ്കിൽ പൊള്ളുക എന്നൊക്കെയാണ്. പിന്നെ അസൂയ തോന്നുക. വേ ബീർബൽ കോ മുസീബത്ത് മേ ഫസാനെ കി തരീഖി സോച്ച്തേ രഹ്തേ തെ. അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? ബീർബലിനെ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളിൽ, എന്തെങ്കിലും കുഴപ്പങ്ങളിൽ, ഫസാനയ്ക്ക് അകപ്പെടുത്താനുള്ള തരീക്ക എന്ന് പറഞ്ഞാൽ ഓരോ വഴികൾ, രീതികൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സോച്ച്തേ രഹ്തേ തെ, ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ബീർബലിനെ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ദർബാരി എന്ന് പറഞ്ഞാൽ രാജസദസ്സിലുള്ള മറ്റ് പണ്ഡിതന്മാർ. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്നൊക്കെയാണ് അർത്ഥം. अकबर के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. അപ്പോൾ അക്ബറിൻ്റെ ഒരു സ്പെഷ്യൽ ദർബാരി, ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള, ദർബാരി എന്ന് പറഞ്ഞാൽ ദർബാറിലെ ഒരു പണ്ഡിതൻ. പണ്ഡിതനായ ഖ്വാജ സരയ്ക്ക് തൻ്റെ വിദ്യ ഓർ ബുദ്ധി എന്ന് പറഞ്ഞാൽ തൻ്റെ അറിവിലും ബുദ്ധിയിലും വളരെയധികം അഹങ്കാരമായിരുന്നു. അഭിമാനം എന്ന് പറഞ്ഞാൽ അഹങ്കാരമായിരുന്നു. ബീർബൽ को तो वे अपने सामने दिला बालक और मूर्ख समझते थे. ബീർബലിനെ തൻ്റെ മുന്നിൽ അദ്ദേഹം എന്തായിട്ടായിരുന്നു കരുതിയിരുന്നത്? ഒരു ചെറിയ കുട്ടിയായിട്ട്. നിരാബാലക് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി, ഒന്നും അറിയാത്ത ഒരു ചെറിയ കുട്ടിയും. പിന്നെ മൂർക്ക് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയുമായിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്, കരുതിയിരുന്നത്. ലേക്കിൻ അപ്നെ ഹി മാൻനെ സെ തോ കുച്ച് ഹോത്താ നഹി. പക്ഷെ സ്വയം തീരുമാനിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല, മറ്റുള്ളവർക്കും കൂടെ തോന്നണ്ടേ. दरबार में बीरबल की ही तूती बोलती और ख्वाजा साहब की बात ऐसी लगती थी जैसे नक्कार खाने में तूती की आवाज़. ദർബാർ മേ ബീർബൽ കി ഹി തൂത്തി ബോൽത്തി. തൂത്തി ബോൽന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തുതിച്ചു കൊണ്ടിരിക്കുക, സ്തുതി പറയുക. അപ്പോൾ ദർബാറിലെ ബീർബലിനെ തന്നെയായിരുന്നു സ്തുതിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, പുകഴ്ത്തി പറഞ്ഞിരുന്നത്. ख्वाजा साहब की बात ऐसी लगती थी जैसे नक्कार खाने में तूती की आवाज़. ख्वाजा സാഹിബിൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ജैसे നക്കാർ ഖാനമേ തൂത്തി കി ആവാസ്. ഇത് ഒരു മുഹാവരയാണ്, അതായത് ഒരു ഭാഷാ ശൈലിയാണ്, ഹിന്ദിയിലെ ഒരു ഭാഷാ ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം ചോട്ടെ ലോഗോं के बाद बड़े लोगों के बीच न सुनाई देना. ചെറിയ ആളുകൾ പറയുന്ന കാര്യങ്ങൾ വലിയ ആളുകൾ പറയുന്ന കാര്യങ്ങളുടെ ഇടയിൽ കേൾക്കാതിരിക്കുക. നക്കാർ ഖാന
അപ്പോൾ നക്കാര, നഗാഡ എന്നൊക്കെ പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അതായത് പെരുമ്പറ കൊട്ടുമ്പോൾ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം അതായത് ഈ ഖ്വാജ സാഹിബിൻ്റെ വാക്കുകളും ബീർബലിൻ്റെ വാക്കുകളും തമ്മിൽ ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. ബീർബലിൻ്റെ സംസാരത്തിനിടയിൽ ഖ്വാജ സാഹിബ് പറയുന്നത് ആരും കേൾക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ख्वाजा साहब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते, लेकिन निकलवाते कैसे? അഥവാ ഖ്വാജ സാഹിബ് പറയുന്നതാണ് എല്ലാവരും അനുസരിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ബീർബലിനെ ഭാരതത്തിൽ നിന്ന് തന്നെ പുറത്താക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല, കാരണം എല്ലാവരും ബീർബൽ പറയുന്നതാണ് അനുസരിക്കുക. ഖ്വാജ സാഹിബിൻ്റെ വാക്കുകൾക്ക് ആരും ശ്രദ്ധ കൊടുക്കാറില്ല. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. അപ്പോൾ ഒരു ദിവസം ഖ്വാജ സാഹിബ് എന്ത് ചെയ്തു? ബീർബൽ വിഡ്ഢിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, സാബിത് കർണ എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം ചിന്തിച്ച ശേഷം കുറച്ച് മുഷ്കിൽ എന്ന് പറഞ്ഞാൽ കഠിനമായ പ്രയാസപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്തു. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के चक्के छूट जाएंगे. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഖ്വാജ സാഹിബ് രാജാവിനോട് പറയും. അപ്പോൾ രാജാവ് ബീർബലിനോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ബീർബലിന് അതിൻ്റെ ഉത്തരം പറയാൻ കഴിയില്ല. ബീർബൽക്ക് ചക്കേ ചൂട്ട് ജായെങ്കിൽ, ചക്കേ ചൂട്ട് ജാന എന്ന് പറയുന്നതും അതും ഒരു മുഹാവരയാണ്, ഹിന്ദിയിലെ ഒരു ഭാഷാ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം കോയി ഉപായിന സൂചന, അതായത് ഉപായം കണ്ടെത്താൻ ആകാതിരിക്കുക. അദ്ദേഹത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ബോലാ കോശിഷ് കർക്കെ ബി സന്തോഷജനക് ഉത്തർ നഹി ദേ പായേഗ. അദ്ദേഹം എത്ര ശ്രമിച്ചാലും, കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, പരിശ്രമിക്കുക. അപ്പോൾ അവരെത്ര ശ്രമിച്ചാലും, ബീർബൽ എത്ര ശ്രമിച്ചാലും സന്തോഷജനക് എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ, തൃപ്തികരമായ ഒരു ആൻസർ അതിന് കൊടുക്കാൻ കഴിയില്ല, ബീർബലിന് കൊടുക്കാൻ കഴിയില്ല എന്ന് ख्वाजा साहिब चिंतिച്ചു. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. പിന്നെ അതായത് രാജാവ് വിശ്വസിക്കും, ഖ്വാജ സരായുടെ മുന്നിൽ ബീർബൽ ഒന്നുമല്ല എന്ന് ചക്രവർത്തി വിശ്വസിക്കും എന്ന് ഖ്വാജ സര കരുതി. ख्वाजा साहब अचकन पगड़ी पहनकर दाढ़ी सहलाते हुए अकबर के पास पहुँचे और सिर झुकाकर बोले. അപ്പോൾ ഈ ഖ്വാജ സര എന്ത് ചെയ്തു? അച്കൻ എന്ന് പറഞ്ഞാൽ നീണ്ട ഡ്രസ്സും പഗടി തലപ്പാവും ഒക്കെ ധരിച്ചിട്ട്, പെഹൻകർ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട്, ദാടി സഹലാത്തെ ഹുവെ താടിയിൽ തഴുകിക്കൊണ്ട്, സഹലാന എന്ന് പറഞ്ഞാൽ തഴുകിക്കൊണ്ട്, അക്ബർ കെ പാസ് പഹുഞ്ചെ അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് എത്തിച്ചേർന്നു. ഓർ സിർ ജുഗാകർ പോലെ എന്നിട്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ ബഡാ ബുദ്ധിമാൻ ബൻതാ ഹെ, ബീർബൽ വലിയ ബുദ്ധിമാനാവുകയാണ്. ആപ് ബി ഉസ്കി ലംബി ചൗടി ബാത്തോം കെ ധോക്കെ മേ ആ ജാത്തേ ഹെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ വലിയ വലിയ വാക്കുകളിൽ അങ്ങ് വീണു പോകുന്നു. അതായത് ലംബി ചൗടി ബാത്തേ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ സംസാരങ്ങൾ. ധോക്കെ മേ ആ ജാത്തേ എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ വീണു പോകുന്നു, വഞ്ചിക്കപ്പെടുന്നു. ധോക്ക എന്ന് പറഞ്ഞാൽ വഞ്ചന. मैं चाहता हूँ कि आप मेरे 3 सवालों के जवाब पूछकर उसकी दिमाग की गहराई नाप ले. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ബീർബലിനോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ദിമാക്കി ഗഹരായി നാപ്ലെ എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നാപ്ന എന്ന് പറഞ്ഞാൽ അളക്കുക എന്നാണ് അർത്ഥം. അപ്പം ഖ്വാജ സര രാജാവിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ബീർബലിനോട് ചോദിക്കണം, എന്നിട്ട് ബീർബലിന് എത്ര ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഉസ് നക്കലി അക്കൽ ബഹാദൂർ കി കലയി ഖുൽ ജായേഗി. നക്കലി എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള, അഖിൽ ബഹാദൂർ എന്ന് പറഞ്ഞാൽ സ്വയം പൊക്കി പറയുന്ന, താൻ വലിയ ബുദ്ധിമാനാണെന്ന് പൊക്കി പറയുന്ന ബീർബലിൻ്റെ കലയി ഖുൽ ജായേഗി, അതായത് അസ്ലിയത്ത് പത്താ ചൽ ജായേഗി, അദ്ദേഹത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാകും എന്ന് ഖ്വാജ സാഹിബ്
അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു. നഖ്ലി അക്കൽ ബഹാദൂർ എന്ന് പറഞ്ഞാൽ വ്യാജ ബുദ്ധിമാൻ. വ്യാജ ബുദ്ധിമാൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാകും. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया. അപ്പോൾ ഖ്വാജ സാഹിബിൻ്റെ അനുരോധ് കർണ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന. ഖ്വാജ സാഹിബിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തി ബീർബലിനെ വിളിച്ചു. और उनसे कहा, എന്നിട്ട് ബീർബലിനോട് പറഞ്ഞു, ബീർബൽ परमज्ञानी ख्वाजा साहब तुमसे 3 प्रश्न पूछना चाहते हैं, क्या तुम उनके उत्तर दे सकोगे? ബീർബൽ പരമജ്ഞാനിയായ ഖ്വാജ സാഹിബ് നിങ്ങളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്യാ തും ഉൻകെ ഉത്തർ ദേ സക്കോഗെ? എന്താ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുമോ? ബീർബൽ എന്തു പറഞ്ഞു? ബീർബൽ ബോലെ, ജഹാംപന ജറൂർ ദൂങ്ക, ഖുഷി സെ പൂച്ചേ. ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, തീർച്ചയായും നൽകാം, നിങ്ങൾ സന്തോഷത്തോടു കൂടി ചോദിച്ചാലും. ख्वाजा साहब ने अपने 3 सवाल लिखकर बादशाह को दे दिए. ഖ്വാജ സാഹിബ് എന്ത് ചെയ്തു? തൻ്റെ 3 ചോദ്യങ്ങളും എഴുതിയിട്ട് ചക്രവർത്തിക്ക് കൊടുത്തു. അക്ബർ ചക്രവർത്തിക്ക് കൊടുത്തു. अकबर ने बीरबल से ख्वाजा का पहला प्रश्न पूछा, संसार का केंद्र कहाँ है? അക്ബർ എന്ത് ചെയ്തു? അക്ബർ ചക്രവർത്തി ബീർബലിനോട് ഈ ഖ്വാജ സാഹിബ് എഴുതി കൊടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണ്? സംസാർ കാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സെൻറ്റർ, കേന്ദ്രം. ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ബീർബലിനെ തുരന്ത് ജമീൻ പർ അപ്നി ചെടി ഗാഡ്കർ ഉത്തർ ദിയ. ബീർബൽ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ തറയിൽ, നിലത്ത് തൻ്റെ കയ്യിലുള്ള ചെടി എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക്, വടി ഗാഡ്കർ കുഴിച്ചിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു. യഹി സ്ഥാൻ ചാരോ ഓർ സെ ദുനിയാക്കെ ബീച്ചോ ബീച്ച് പടുത്തായി. ഈ സ്ഥലം 4 ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നടുവിലായിട്ട് വരുന്നു. യദി ഖ്വാജ സാബ് കോ വിശ്വാസ് നാ ഹോ തോ വേ ഫീത്തെ സെ സാരി ദുനിയാക്കോ നാപ് കർ ദിഖാതെ. അഥവാ ഖ്വാജ സാഹിബിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ അദ്ദേഹം ഫീത്ത എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടേപ്പ് കൊണ്ട് ഈ ലോകം മുഴുവൻ അളന്നു നോക്കട്ടെ, അളന്നിട്ട് കാണിക്കട്ടെ. നാപ്കർ ദിക്കാതെ എന്ന് പറഞ്ഞാൽ അളന്നിട്ട് കാണിക്കട്ടെ. നാപ്ന എന്ന് പറഞ്ഞാൽ അളക്കുക. കി മേരി ബാത് ഗലത് ഹെ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കാണിച്ചു തരട്ടെ. അക്ബറിനെ ദൂസരാ പ്രശ്ന കിയ. അക്ബർ ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ആകാശ് മേ കിത്തനെ താരേ ഹെ? ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? बीरबल ने एक बेड मंगवाकर कहा, इस बेड के शरीर में जितने बाल हैं उतने ही तारे आसमान में हैं. ബീർബൽ എന്ത് ചെയ്തു? ഒരു ചെമ്മരിയാടിനെ കൊണ്ടുവരുവിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ആടിൻ്റെ ശരീരത്തിൽ എത്ര ഹെയർസ് ഉണ്ടോ, എത്ര മുടികളുണ്ടോ, രോമങ്ങളുണ്ടോ, അത്രയ്ക്ക് നക്ഷത്രങ്ങൾ ആകാശത്ത് ഉണ്ട്. ख्वाजा साहब को इसमें संदेह हो तो वे बालों को गिनकर तारों की संख्या से तुलना कर ले. അഥവാ ഖ്വാജ സാഹിബിന് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ രോമങ്ങളെ, ഈ ഹെയർസിനെ എണ്ണിയിട്ട് നക്ഷത്രങ്ങളുടെ എണ്ണവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കട്ടെ. തുലനാകരണ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക. अब अकबर ने तीसरा सवाल किया. ഇപ്പോൾ അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു? 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. संसार की आबादी कितनी है? ലോകത്തിലെ പോപ്പുലേഷൻ, ആബാദി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, പോപ്പുലേഷൻ എത്രയാണ്? അപ്പോൾ ബീർബൽ എന്ത് പറഞ്ഞു? ബീർബലിനെ കഹാ, ജഹാം ബന संसार की आबादी पल पल पर घटती बढ़ती जा रहती है. മഹാരാജാവേ, ലോകത്തിലെ ജനസംഖ്യ നിമിഷം തോറും, ഓരോ നിമിഷത്തിലും കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. ഘട്ടന എന്ന് പറഞ്ഞാൽ കുറയുക, ബഡന കൂടുക. അപ്പോൾ ഓരോരോ നിമിഷത്തിലും കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. ക്യോങ്കി ഹർ പൽ ലോഗോं का मरना जीना लगा ही रहता है. എന്തുകൊണ്ടെന്നാൽ ഓരോ നിമിഷത്തിലും ആളുകൾ മരിക്കുകയും ജനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए तभी उनको गिनकर ठीक ठीक संख्या बताई जा सकती है. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഒരു സ്ഥലത്ത് ഇക്കട്ടാക്കരണ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ആളുകളെ എണ്ണിയിട്ട് ശരിയായ എണ്ണം പറയാൻ കഴിയും എന്ന് പറഞ്ഞു. ബാദ്ഷാ തോ ബീർബൽ കെ ഉത്തരോं से संतुष्ट हो गया. അപ്പോൾ
ബാദ്ഷാ അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ ഉത്തരങ്ങളിൽ സന്തുഷ്ടനായി, അദ്ദേഹത്തിന് സന്തോഷമായി. लेकिन ख्वाजा साहब नाक भौं सिकोड़ कर बोले, ऐसे गोलमोल जवाबों से काम नहीं चलेगा जनाब. പക്ഷേ ഖ്വാജ സാഹിബിന് അത് ഇഷ്ടപ്പെട്ടില്ല. നാക് ബോ സിക്കോഡ്കർ എന്ന് പറഞ്ഞാൽ ഇതും ഒരു മുഹാവരയാണ്, ഇന്ത്യയിലെ ഒരു ഭാഷാ ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം കിസി ചീസ് ക പസന്ത് ന ആന, അതായത് ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാതിരിക്കുക. അപ്പോൾ ദേഷ്യം വരുമ്പോൾ മുഖത്തുള്ള എക്സ്പ്രഷൻ ഇല്ലേ, അതാണ് നാക് ബോ സിക്കോഡ്ന എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. ഏസെ ഗോൽമോൽ ജവാബോം സെ കാം നഹി ചലേഗ ജനാബ്, ഇങ്ങനെയുള്ള മനുഷ്യനെ വട്ടം കറക്കുന്ന ആൻസർ കൊണ്ടൊന്നും നടക്കില്ല സാറേ എന്ന് പറഞ്ഞു. ബീർബലിനോട് ഖ്വാജ സര പറഞ്ഞു, അതായത് മനുഷ്യനെ വട്ടം കറക്കുന്ന ഇങ്ങനത്തെ ആൻസർ കൊണ്ടൊന്നും കാര്യമില്ല. ഗോൽമോൽ എന്ന് പറഞ്ഞാൽ ട്രിക്കി ആയിട്ടുള്ള, അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ആൻസർ നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ബീർബൽ പോലെ ഏസെ സവാലോങ്കോ കെ ഏസെ ഹി ജവാബ് ഹോത്തെ. അപ്പോൾ ബീർബൽ എന്ത് പറഞ്ഞു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഇങ്ങനത്തെ തന്നെ ആൻസേഴ്സാണ് ഉണ്ടാവുക. പെഹലെ മേരെ ജവാബോങ്കോ ഗലത് സാബിത് കീജിയെ, ആദ്യം എൻ്റെ ക്വസ്റ്റ്യൻസ് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. സാബിത് കർണ എന്ന് പറഞ്ഞാൽ തെളിയിക്കൂ. തബ് ആകെ ബടിയെ, എന്നിട്ട് മുന്നോട്ട് പോകൂ. ഖ്വാജ സാബ് സെ ഫിർ കുച്ച് ബോൾത്തെ നഹി ബന എന്ന് പറഞ്ഞാൽ പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കുച്ച് ബോൾ നഹി പായ, ഖ്വാജ സാബ് ഫിർ കുച്ച് ബോൾ നഹി പായ. അത് ഈ ബീർബലിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഖ്വാജ സാഹിബിന് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ബീർബൽ തൻ്റെ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. അക്ബർ ചക്രവർത്തി അതിൽ സന്തുഷ്ടനായി. അപ്പം കുട്ടികളെ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.